ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ രണ്ടാമത്തെ ക്ലാസ്സാണ്. നമ്മൾ വസ്ത്രത്തിൻ്റെ നാൾ വഴികൾ എന്ന SCRT ക്ലാസ്സിൽ നിന്നാണ് തുടങ്ങിയത്. അതിലൂടെ നമ്മൾ ഈ പ്രധാന നാണ്യവിളകളായ അല്ലെങ്കിൽ നാരുവിളകളായ 3 വിളകളെ കുറിച്ചിട്ട് മുഴുവനായി നമ്മൾ പഠിച്ചു. പരുത്തി, ചണം, നീലം എന്നിവയെക്കുറിച്ചും അതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ കൈത്തറി കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടും മൊത്തമായിട്ടും കൈത്തറി സ്ഥാപനങ്ങൾ എവിടെയാണ്, അവർക്ക് വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതി ഏതൊക്കെയാണ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്കി ഭാഗം കൂടി നോക്കിയേക്കാം. ശാസ്ത്ര പുരോഗതി വസ്ത്രനിർമ്മാണ രംഗത്ത് പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന കണ്ടോ, സ്പിന്നിങ് ജെന്നി എന്ന് പറയുന്നത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. കൈകൊണ്ടുള്ള നൂൽ ഉൽപാദനം അക്കാലത്തെ വസ്ത്ര വ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല. സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം നൂൽ ഉൽപാദനം വേഗത്തിലായി. ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. കൈകൊണ്ടുള്ള നൂലുൽപാദനം അക്കാലത്തെ വ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല. സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം നൂൽ ഉൽപാദനം വേഗത്തിലാക്കുകയുണ്ടായി. 1764 ജെയിംസ് ഹാർഗ്രീവ്സ് എന്ത് കണ്ടുപിടിച്ചത്? സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. ഈ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം ഈ നമ്മുടെ ഉൽപാദന രംഗത്തുണ്ടായ മാറ്റങ്ങൾ അറിയപ്പെടുന്നത് വ്യാവസായിക വിപ്ലവം എന്നാണ്. എന്താണ് വ്യവസായ വിപ്ലവം? നമ്മൾ ഏതിലാണ് ഈ വ്യവസായ വിപ്ലവത്തെക്കുറിച്ച് പഠിക്കുന്നത്? നമ്മുടെ വേൾഡ് ജോഗ്രഫിയിൽ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രം വരുമ്പോഴാണ് നമ്മൾ അതിൽ വ്യവസായ വിപ്ലവത്തെക്കുറിച്ച് പഠിക്കുന്നത് അല്ലേ. അതുപോലെ ജനസംഖ്യയിലെ വർധനവ് വസ്ത്രത്തിൻ്റെ ആവശ്യകതയും വർദ്ധിപ്പിച്ചു. പുതിയ യന്ത്രങ്ങൾ നെയ്ത്ത് വിദ്യയുടെ ഭാഗമായി. അവ മനുഷ്യപ്രയത്നം കുറച്ചു. കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തറി വന്നു. അപ്പോൾ ഈ ജനസംഖ്യയിലുണ്ടായ വർധനവ് എന്ന് പറയുന്നത് എന്താണ്? വസ്ത്രത്തിൻ്റെ ആവശ്യകത വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. കാരണം ജനങ്ങൾ കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്തും ആവശ്യമാണ്. നമ്മളെപ്പോഴും പറയില്ല, ഒരു വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവ അത്യാവശ്യ ഘടകങ്ങളിൽ പെടുന്നതാണെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ എന്ത് വേണ്ടി വന്നു എന്നാണ് പറയുന്നത്? വസ്ത്രത്തിൻ്റെ ആവശ്യകത വർദ്ധിപ്പിച്ചു. അപ്പോൾ എല്ലാവർക്കുമുള്ള വസ്ത്രം കയ്യിൽ തന്നെ നെയ്തെടുക്കുക എന്നുള്ളത് പ്രയാസകരമായതിനാലാണ് ഇതുപോലെയുള്ള യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായത് എന്ന് പറയുന്നത്. ഇവ നെയ്ത്ത് വിദ്യയുടെ ഭാഗമായി. അവ മനുഷ്യപ്രയത്നം കുറച്ചു. കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തറി വന്നു. അപ്പോൾ എന്താണ് യന്ത്രത്തറി എന്ന് പറയുന്നത്? എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്. വൈദ്യുതിയുടെയോ മറ്റേതെങ്കിലും ഊർജ്ജ സ്രോതസ്സിൻ്റെയോ സഹായത്തിലാണ് യന്ത്രത്തറി പ്രവർത്തിക്കുന്നത്. കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ കൂടുതൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ യന്ത്രത്തറിക്ക് കഴിയും. അപ്പോൾ യന്ത്രത്തറി എന്നത് കണ്ടുപിടിച്ചത് ആരാണ്? എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്. പവർലൂം എന്നാണ് അതിന് പറയപ്പെടുന്നത്. അത് എപ്പോഴാണ് കാർട്ട്റൈറ്റ് കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചാൽ 1785 അദ്ദേഹം അത് കണ്ടുപിടിച്ചത്. യന്ത്രവൽക്കരണത്തിൻ്റെ ഫലമായി കൂടുതലായി ഉൽപ്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ തേടി യൂറോപ്യൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. കൂട്ടത്തിൽ അവർ ഇന്ത്യയിലും എത്തി. തുണി വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. യന്ത്രങ്ങളുടെ സഹായത്തോടെ അവ ഉൽപ്പാദിപ്പിച്ച തുണികൾ ഇന്ത്യയിൽ എത്തിച്ച് വിറ്റഴിച്ചു. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് അവരെന്ത് കൊണ്ടുപോയിട്ടുണ്ട്? അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോയി. അവിടെ എന്ന് പറഞ്ഞാൽ യന്ത്രങ്ങളായതുകൊണ്ട് തന്നെ എന്താണ്, പെട്ടെന്ന് അവർക്ക് എന്തുണ്ടാക്കാൻ കഴിഞ്ഞു? തുണിത്തരങ്ങളെല്ലാം ഉണ്ടാക്കാൻ കഴിഞ്ഞു. എന്നിട്ട് അവർ അത് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് വിറ്റഴിക്കുകയും ചെയ്തു. യൂറോപ്യന്മാർ. ഭൂമിയിലെ 7 വൻകരകളിൽ ഒന്നാണ് യൂറോപ്പ്. ഈ വൻകരയിലുള്ള ജനതയെയാണ് യൂറോപ്യർ എന്ന് വിളിക്കുന്നത്. യൂറോപ്പിൽ നിന്നും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിയവരാണ് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ അതായത് നെതർലൻഡ്, ഇംഗ്ലീഷുകാർ ഇംഗ്ലണ്ട്, ഫ്രഞ്ചുകാർ ഫ്രാൻസ് എന്നിവ. അപ്പോൾ ആദ്യം എത്തിയത് ആരാണ്? പോർച്ചുഗീസുകാർ അല്ലേ. ഇന്ത്യയെ കോളനിയാക്കി മാറ്റിയ അവർ ഇവിടെ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ അവരുടെ ദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനിയായി വെച്ചിരുന്നത് ഇംഗ്ലീഷുകാരാണ്. അപ്പോൾ ആദ്യം വന്നത് യൂറോപ്യന്മാരാണ്. ഏറ്റവും കൂടുതൽ കാലം നമ്മുടെ ഇന്ത്യയെ കോളനിയാക്കി വെച്ചിരുന്നത് ആരാണ്? യൂറോപ്യന്മാരാണ് അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്തു? ഇവിടെ നിന്ന് നമ്മുടെ കോളനികൾ തേടിയിട്ടാണ് അവർ പല രാജ്യത്തിലേക്കും സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവിടെ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ, നമ്മൾ നീലത്തിൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ നീലം കൃഷി ചെയ്യാൻ അവരെ നിർബന്ധിച്ചു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. അതിനുശേഷം ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ചും പറഞ്ഞു. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു അത് എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുണ്ടായെന്നാണ് പറയുന്നത്? അങ്ങനെ അവർ എളുപ്പത്തിൽ, അതായത് വളരെ വില കുറഞ്ഞ രീതിയിൽ നമ്മുടെ നാട്ടിൽ നിന്നും അവരെന്ത് കൊണ്ടുപോയി?
നീലങ്ങളും അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോയി അവരുടെ അവിടെ ഈ യന്ത്രത്തറികളെല്ലാം ഉപയോഗിച്ചിട്ട് അവർ അത് തുണികളാക്കി ഉൽപ്പാദിപ്പിച്ചിട്ട് വീണ്ടും നമ്മുടെ അവിടെ തന്നെ വില കൂടിയ രീതിയിൽ അവർ വിറ്റഴിക്കുകയും ചെയ്തു. കമ്പോളവും അവർ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കണ്ടെത്തുകയുണ്ടായി. സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും വസ്ത്രനിർമ്മാണത്തെ കാര്യമായി സ്വാധീനിച്ചു. വസ്ത്രങ്ങളുടെ ആവശ്യകതയിൽ ഉണ്ടായ വർധനവ് കൂടുതൽ നവീനമായ നെയ്ത്തുയന്ത്രങ്ങളുടെ വികാസത്തിന് വഴിതെളിയിച്ചു. യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉൽപ്പാദനം വർദ്ധിച്ചു. ഗുണമേന്മയുള്ളതും വൈവിധ്യമാർന്നതുമായ വസ്ത്രങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി. വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ കൃത്രിമ ചായങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മൾ ചായത്തിന് വേണ്ടിയിട്ടാണ് അവർ എന്തുപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു? നീലം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവർ ഈ യന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്നത് കൊണ്ട് നമ്മൾ പറഞ്ഞു ഒരുപാട് അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ ഈ യന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ വ്യവസായ വിപ്ലവത്തിൻ്റെ ഒക്കെ ഫലം എന്തുണ്ടായിട്ടുണ്ട്? നെഗറ്റീവായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറഞ്ഞാൽ. കാരണം ഒരുപാട് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുകയാണ് അല്ലേ. അവരൊക്കെ വെറും കൂലിപ്പണിക്കാരായി മാറുകയും അതുപോലെ മുതലാളികൾ എന്ത് ചെയ്തു? അവർക്ക് കുറച്ച് തൊഴിലാളികളെ മതി. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരെ കൂടി എന്ത് ചെയ്യും? കൂടുതൽ ചൂഷണം ചെയ്യും. മുതലാളിമാരുടെ ചൂഷണം വർദ്ധിച്ചു. കൂടുതൽ ഫാക്ടറികൾ ഉണ്ടാകുകയുണ്ടായി. പുതിയ പുതിയ വ്യവസായങ്ങളുണ്ടായി. ആ വ്യവസായങ്ങൾക്കുള്ള ആ കമ്പനികൾക്കുള്ളിൽ തന്നെ എന്തുണ്ടായി? മത്സരങ്ങളുണ്ടായി. തൊഴിലാളികൾക്ക് അവരുടെ തൊഴിലുകൾ നഷ്ടപ്പെട്ടു. അവർ വെറും കൂലിപ്പണിക്കാരായി മാറുകയുണ്ടായി. കുറഞ്ഞ വേതനത്തിൽ അവരെ ജോലി ചെയ്യിപ്പിക്കാൻ അവരെ നിർബന്ധിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ബാലവേലയും വർദ്ധിച്ചു. ഇതൊക്കെ ഈ വ്യവസായ വിപ്ലവത്തിൽ പെടുന്നത് തന്നെയാണ്. ഈ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തമൊക്കെയാണ് നമ്മൾ പറഞ്ഞു അല്ലേ. അതിൻ്റെയൊക്കെ ഫലങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളിലുള്ള പല വർണ്ണങ്ങളായിരിക്കും, പല കളറുകളാണ് അല്ലേ. ഇത്തരത്തിലുള്ള ചായങ്ങൾ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വസ്ത്രങ്ങളിലെ നിറങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ യന്ത്രത്തിൻ്റെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. വസ്ത്ര ഉൽപാദനത്തിൽ വർധനവുണ്ടാക്കി, മനുഷ്യരുടെ അധ്വാന ഭാരത്തിലെ കുറവുണ്ടാക്കി, വസ്ത്രങ്ങളിലെ വൈവിധ്യം, ഗുണമേന്മയുള്ള വസ്ത്രങ്ങളുടെ വ്യാപനം എന്നിവയെല്ലാമാണ് പോസിറ്റീവായി നമ്മൾ പറയണമെന്ന് പറഞ്ഞാൽ യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ. വസ്ത്രങ്ങളുടെ ഉൽപ്പാദനത്തിൽ വർധനവുണ്ടാക്കി. അതായത് നമുക്ക് ജനസംഖ്യ കൂടിയപ്പോൾ ഒരുപാട് വസ്ത്രങ്ങൾ വേണം. അപ്പോൾ അതിനനുസരിച്ച് പെട്ടെന്ന് നമുക്ക് കൈത്തറി മൂലം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാത്തപ്പോൾ ഈ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തം നമ്മൾ അതിനെ സഹായിച്ചു. മനുഷ്യരുടെ അധ്വാന ഭാരത്തിൽ കുറവുണ്ടാക്കി. വസ്ത്രങ്ങളുടെ വൈവിധ്യങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ കിട്ടാൻ തുടങ്ങി. വസ്ത്രങ്ങളുടെ വ്യാപനവും ഉണ്ടായി. അപ്പോൾ അതുപോലെ നെഗറ്റീവായിട്ട് നമ്മൾ ഉണ്ടായതാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? തൊഴിലാളികൾ കൂലിപ്പണിക്കാരായി. മുതലാളിമാരുടെ ചൂഷണം വർദ്ധിച്ചു. അതുപോലെ കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യാൻ അവർ നിർബന്ധിക്കപ്പെട്ടു. അതുപോലെ കമ്പനികൾക്കിടയിൽ തന്നെ എന്തെങ്കിലും കമ്പോളങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരങ്ങളുണ്ടായി. അതുപോലെ ബാലവേല വർദ്ധിച്ചു. എന്നിവയെല്ലാം ഇതിൻ്റെ യന്ത്രങ്ങളുടെ ഉപയോഗം മൂലമുണ്ടായ നെഗറ്റീവ് കാര്യങ്ങളിൽ പെടുന്നതാണ്. വസ്ത്രനിർമ്മാണത്തിന് പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും ഉപയോഗിക്കുന്നു. ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് പ്രകൃതിദത്ത നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. കൃത്രിമ നാരുകളുടെ കണ്ടുപിടുത്തം വ്യത്യസ്ത ഘടനയും ഗുണമേന്മയുമുള്ള തുണിത്തരങ്ങളുടെ നിർമ്മാണത്തിലേക്ക് വഴിതെളിയിച്ചു. പോളിസ്റ്റർ, നൈലോൺ തുടങ്ങിയ കൃത്രിമ നാരുകളുടെ ഉപയോഗം കൂടുതൽ ഈടുനിൽക്കുന്നതും ചെലവ് കുറഞ്ഞതുമായ വസ്ത്രനിർമ്മാണത്തിന് സഹായിച്ചു. അപ്പോൾ വസ്ത്രനിർമ്മാണത്തിന് നമ്മൾ എങ്ങനെയൊക്കെ നാരുകൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, കൃത്രിമ നാരുകളും ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ. അതിന് ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും നമ്മൾ ഉപയോഗിക്കുന്ന നാരുകളെയാണ് പ്രകൃതിദത്ത നാരുകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ചെമ്മരിയാടിൽ നിന്നും ഉണ്ടാക്കുന്ന കമ്പിളി, അതുപോലെ പട്ടുനൂൽപ്പുഴുവിൽ നിന്നുള്ള പട്ടിൻ്റെ നാരുമൊക്കെ പ്രകൃതിദത്ത നാരിന് ഉദാഹരണമാണ്. അതുപോലെ സസ്യങ്ങളിൽ നിന്നുള്ള പരുത്തി, ചണം ചെടികളിൽ നിന്നുമുള്ള പരുത്തിനാരും ചണനാരും ഒക്കെ നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ കൃത്രിമ നാരുകളാണ് എന്തൊക്കെയാണ്? പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകൃതിദത്ത നാരുകളേക്കാൾ കൃത്രിമ നാരുകൾ ഉപയോഗിച്ചുള്ള തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പൊതുവെ ചെലവ് കുറവാണ്. പെട്ടെന്ന് ചുളിവുണ്ടാവില്ല എന്ന മേന്മയും ഇതിനുണ്ട്. ഉദാഹരണം പോളിസ്റ്റർ, നൈലോൺ, റയോൺ എന്നിവ. അപ്പോൾ പോളിസ്റ്റർ, നൈലോൺ, റയോൺ എന്നിവയെല്ലാം എങ്ങനെ ഉണ്ടാക്കുന്നതാണ്? കൃത്രിമ നാരുകളാണ്. പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നുണ്ടാക്കുന്ന നാരുകളാണ് ഇവയെല്ലാം. ഇവയ്ക്ക് എന്താണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള നാരുകളിൽ നിന്ന് പ്രകൃതിദത്ത നാരുകളേക്കാൾ ചെലവ് കുറവാണ്. പെട്ടെന്ന് ചുളിവുണ്ടാവില്ല എന്ന മേന്മയെല്ലാം എന്തിനുണ്ട്? ഈ കൃത്രിമ നാരുകൾക്ക് ഉണ്ട്.
കാലാവസ്ഥ, ആചാരം, അധികാര സ്ഥാനങ്ങൾ, തൊഴിൽ, പ്രാദേശിക വ്യത്യാസങ്ങൾ ഇവയെല്ലാം വസ്ത്രത്തെ സ്വാധീനിക്കുന്നു. വസ്ത്രം മാത്രമല്ല, വസ്ത്രത്തോടൊപ്പം ധരിക്കുന്ന ആഭരണങ്ങൾ, തൊപ്പികൾ, പാദരക്ഷകൾ എന്നിവയെല്ലാം ഈ വൈവിധ്യം കാണാൻ കഴിയും. ഇന്ന് വസ്ത്രത്തിലും വസ്ത്രധാരണ രീതിയിലും വളരെയേറെ വൈവിധ്യങ്ങൾ സമാനതകളും നമുക്ക് കാണാം. കാലാവസ്ഥ, യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യം എന്നിവ പരിഗണിച്ച് അനുയോജ്യമായ വസ്ത്രം തെരഞ്ഞെടുക്കുന്നവരാണ് നമ്മളിൽ അധികവും. വസ്ത്രവൈവിധ്യം പ്രകടമായി കാണാൻ കഴിയുന്ന മറ്റൊരു മേഖല കലാരൂപമാണ്. വർണ്ണവൈവിധ്യമുള്ള വസ്ത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കലാരൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം വസ്ത്രനിർമ്മാണത്തിലെ വിവേചനങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വിളംബരം തന്നിട്ടുണ്ട്. ആരാണ് ആ വിളംബരം പുറപ്പെടുവിച്ചിട്ടുണ്ട്? ശ്രീ ഉത്രം തിരുനാൾ മഹാരാജാവാണ്. അപ്പോൾ നമുക്കറിയാം ഉത്രം തിരുനാളുമായി ബന്ധപ്പെട്ട വിളംബരം ഏതാണ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ചാന്നാർ ലഹള അല്ലേ? ചാന്നാർ ലഹള എന്തിനു വേണ്ടിയിട്ടുണ്ടായിരുന്നതായിരുന്നു? മാറുമറയ്ക്കാൻ വേണ്ടിയിട്ട്. താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾക്ക് അവരുടെ ഇഷ്ടാനുസരണം മാറുമറയ്ക്കാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. അതിനെതിരെ അവർ എന്ത് ചെയ്യുകയുണ്ടായിട്ടുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? സമരം ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ അവർക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം ആര് നൽകിയെന്ന് നമ്മൾ പഠിച്ചു? ഉത്രം തിരുനാള് നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? എപ്പോഴാണ്? 1859 ഈ ചാന്നാർ ലഹള നടന്നത്. അതിന് ശേഷമാണ് ശ്രീ ഉത്രം തിരുനാൾ മഹാരാജാവ് ഈ വിളംബരം പുറപ്പെടുവിച്ചു. ഇതിന് പിന്നിൽ നിന്നിട്ടുണ്ടായിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് നമ്മൾ പറഞ്ഞു? വൈകുണ്ഠസ്വാമികളാണെന്ന് പറഞ്ഞു. നമ്മൾ വൈകുണ്ഠസ്വാമികളുടെ സഹോദരൻ അയ്യപ്പൻ്റെയും ക്ലാസ് ഇതിനു മുമ്പ് മുഴുവനായി എടുത്തിട്ടുള്ളതാണ്. അവരെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വിളംബരം വന്നാൽ കൂടി അവരിൽ ഒരു പ്രത്യേക ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഒരിക്കലും അവർക്ക് മേൽജാതിക്കാരെ പോലെ അനുകരിച്ചു കൊണ്ടുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം അവർക്ക് നൽകിയിട്ടില്ല. അതിനുള്ള അവകാശം അവർക്കില്ല. അപ്പോൾ അതാണ് മേലെ കൊടുത്തിട്ടുള്ള മഹാരാജാവിൻ്റെ ഉത്രം തിരുനാൾ മഹാരാജാവിൻ്റെ അറിയിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചാന്നാർ ലഹളത്തിന് വേണ്ടി വന്നതാണെന്നാണ് നമ്മൾ പറഞ്ഞത്. മാറുമറിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ചാന്നാർ ലഹള എന്ന് പറയുന്നത്. എപ്പോഴാണ് ഇത് നടന്നിട്ടുണ്ടായിരുന്നത്? 1859 ഇതിൽ വിവേചനം അനുഭവപ്പെട്ടിരുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചു പറഞ്ഞാൽ നാടാർ അല്ലെങ്കിൽ ചാന്നാർ വിഭാഗക്കാർക്കായിരുന്നു. അവരാണ് ഇത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ചാന്നാർ ലഹള നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ലഹള തന്നെയാണ് മാറുമറയ്ക്കൽ സമരം, ശീലവഴക്ക്, മുലമാറാപ്പ് വഴക്ക്, മേൽശീല കലാപം, നാടാർ ലഹള എന്നിവയെല്ലാം അറിയപ്പെടുന്നത്. ഇതിനു മുമ്പ് 1822 നടന്നതിനെയാണ് നമ്മൾ ഒന്നാം ചാന്നാർ ലഹള എന്നറിയപ്പെടുന്നത്. ഇതിന് പ്രചോദനം നൽകിയത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു? വൈകുണ്ഠ സ്വാമികളാണെന്ന് പറഞ്ഞു. 1859 ജൂലൈ 26 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ എല്ലാ ജാതിയിലുള്ള സ്ത്രീകൾക്കും മേൽമുണ്ട് ധരിക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞു. ചാന്നാർ സ്ത്രീകൾക്ക് അവരുടെ ആഭിജാത്യ ബോധമനുസരിച്ച് ഏത് തരത്തിലുള്ള വസ്ത്രവും ധരിച്ച് നഗ്നത മറയ്ക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഇതിനാൽ അനുവദിച്ചിരിക്കുന്നു. എന്നാൽ അവർ ഉന്നത ജാതിയിലെ സ്ത്രീകളുടെ വസ്ത്രങ്ങളെ അനുകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ വിളംബരത്തിൽ ഉണ്ടായിരുന്നത്. ഇത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയത് എന്ന് ചോദിച്ചാൽ ലോർഡ് ഹാരിസന്റെ നിർദ്ദേശപ്രകാരമാണ്. എന്നാൽ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകൾക്ക് കുപ്പായം കൊണ്ട് ശരീരം മറക്കാനുള്ള അനുവാദം നൽകിയ ദിവാനാണ് കേണൽ മൺറോ എന്ന് പറയുന്നത്. ആരാണ് കേണൽ മൺറോ എന്ന് പറയുന്നത്? തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് 1859 അന്നത്തെ തിരുവിതാംകൂർ രാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരമാണിത്. അന്ന് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ ചില വിഭാഗം ജനങ്ങളെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ നിന്ന് തടഞ്ഞിരുന്നു എന്നാണ് ഈ വിളംബരം നമ്മോട് പറയുന്നത്. ഡേറ്റ് ഓർത്ത് വയ്ക്കുക, 1859 ജൂലൈ 26. അടുത്തത് തിരുവിതാംകൂർ. തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ. 18-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത്. ആരുടെയാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത്. 1956 കേരള സംസ്ഥാന രൂപീകരണത്തോടെ ഈ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറി.
തിരുവിതാംകൂറിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചിട്ടും തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ചിട്ടും നമ്മളൊരു ക്ലാസ് എടുക്കുന്നതായിരിക്കും. മേൽമുണ്ട് സമരം 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം. അക്കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരെന്ന് പറയപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ടായിരുന്നുള്ളൂ. താഴ്ന്ന ജാതിക്കാരായി കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ സ്ത്രീകൾക്ക് മേൽജാതിക്കാരുടെ മുന്നിൽ മാറുമറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഇതിനെതിരെ 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ ഈ അവകാശം നേടിയെടുക്കുന്നതിനായി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്. വസ്ത്രം ഒരു സമര ആയുധം. പലതരം ചൂഷണങ്ങൾക്കെതിരെ ഒരു സമരായുധമായി വസ്ത്രത്തെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ. ഖാദിയും ചർക്കയും നൂൽനൂൽപ്പും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കി. ചർക്കയിൽ നൂൽനൂറ്റുണ്ടാക്കുന്ന ഖാദി വസ്ത്രങ്ങളാണ് ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചത്. ഖാദി വസ്ത്രങ്ങൾ ധരിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇത്തരത്തിൽ സ്വദേശി വസ്ത്രങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ചുകൊണ്ട് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാൻ ഗാന്ധിജി ആവശ്യപ്പെടുകയുണ്ടായി. വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമരായുധമാക്കിക്കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രതീകമായി ചർക്ക മാറി. ഖാദി വസ്ത്രം ധരിക്കലും ഖാദി തൊപ്പി അണിയലും ദേശാഭിമാനത്തിന്റെ അടയാളമായി മാറി. അദ്ദേഹം നിസ്സഹകരണ സമരം, നിയമലംഘന പ്രസ്ഥാനം എന്നിങ്ങനെയുള്ള സമരങ്ങളിലൂടെയെല്ലാം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രിട്ടീഷുകാരുടെ നിയമങ്ങളെയൊക്കെ എതിർത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അതിലൊന്നിൽ പെടുന്നത് തന്നെയാണ് അദ്ദേഹം എന്ത് പറഞ്ഞു? സ്വദേശി പ്രസ്ഥാനത്തിൽ എന്താ പറയുന്നുണ്ടായിരുന്നത്? അതായത് വിദേശ വസ്തുക്കളെ ബഹിഷ്കരിച്ചത് സ്വദേശി വസ്ത്രങ്ങൾ ഉപയോഗിക്കാനും സ്വദേശി വസ്തുക്കളുടെ നിർമ്മാണത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും അദ്ദേഹം എന്തിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു? സ്വദേശി പ്രസ്ഥാനത്തിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഖാദി പ്രസ്ഥാനം 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഖാദിക്ക് സവിശേഷമായ സ്ഥാനമുണ്ട്. ഖാദി പ്രസ്ഥാനം ശക്തമായതോടെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ചർക്കയുടെ ശബ്ദം ഉയർന്നു. ഖാദി വസ്ത്രത്തിന്റെ പ്രചാരം ഇന്ത്യയിലെമ്പാടും വ്യാപകമായി. അപ്പോൾ ഇന്ന് നമ്മുടെ വസ്ത്രനിർമ്മാണ രംഗങ്ങളിലൊക്കെ ശൈലിയും രൂപകൽപ്പനയും എല്ലാം പുതിയതെല്ലാം അവരുപയോഗിച്ച് മാറ്റം വരുത്തിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങളെക്കുറിച്ചുള്ള വിവേചനവും അതിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ എങ്ങനെയാണ് പോരാടിയത്. സ്വദേശി പ്രസ്ഥാനം, ഖാദി പ്രസ്ഥാനം, അതുപോലെ ചർക്ക നോക്കുക. അതുപോലെ സ്വദേശി പ്രസ്ഥാനം 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതിൽ എന്താണ് പറഞ്ഞത്? ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ പ്രോത്സാഹനമാണ് ഗാന്ധിജി സ്വദേശി പ്രസ്ഥാനത്തിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഖാദി പ്രസ്ഥാനത്തിലൂടെ എന്താണ്? നമ്മൾ ചർക്കയിൽ നൂറ്റിട്ട് നമ്മൾ നിർമ്മിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുക എന്നാണ് അതിലൂടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ ചെറിയ ക്ലാസ്സാണ്. അതിൽ നമ്മൾ ചാന്നാർ ലഹളയെക്കുറിച്ചിട്ട് ഒന്നുകൂടെ പറഞ്ഞു, മാറുമറയ്ക്കൽ സമരത്തെക്കുറിച്ച് ഒന്നുകൂടെ പറഞ്ഞു, തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ച് ചെറിയൊരു ബോക്സ് മാത്രമാണ് അതിൽ പറയാനുള്ളൂ. നമ്മൾ അതിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ എന്തിനായിരുന്നു യൂറോപ്യന്മാരും മറ്റും നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞത്? അവർക്ക് വേണ്ട അസംസ്കൃത വസ്തുക്കൾ നമ്മുടെ രാജ്യത്തിൽ നിന്ന് കൊണ്ടുപോകാനും അവരുടെ വസ്തുക്കൾ നമ്മുടെ രാജ്യങ്ങളിൽ വിറ്റഴിക്കാനും വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഓരോ രാജ്യങ്ങളിലും പോയിട്ട് കോളനികൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. യൂറോപ്യന്മാർ കോളനികൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞത്. അപ്പോൾ അവരുടെ വരവിനും വസ്ത്രത്തിൻ്റെ ഭാഗങ്ങളിലുമായിട്ട് ഒരു പ്രധാന പങ്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഞാൻ വലിച്ച് നീട്ടിയും കൊണ്ടേ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.